ലോകത്ത് നിങ്ങൾക്ക് വീടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എവിടെ വെച്ച് കിട്ടാനാണ്? അതുകൊണ്ട് അവര് പോയാൽ തണല് പോയി. അവര് പോയോ? തണല് പോയി. നമ്മൾ എന്നും ഇങ്ങനെ ഉമ്മാനെ ആസ്വദിക്കുന്നു വിചാരിച്ചോ? നമ്മൾ 80 വയസ്സിന്റെ നിറവിൽ എത്തി നിൽക്കുന്ന നമ്മളെ ഉമ്മ, നല്ല ഓർമ്മയുണ്ട്, നല്ല ഊർജ്ജസ്വലതയുണ്ട്. മോനെ നീ ചായ കുടിച്ചോ എന്ന് നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നമ്മൾ വിചാരിച്ചോ എന്നും വൈകുന്നേരം വീട്ടിലേക്ക് കയറി വരുമ്പോ എന്റെ ഉമ്മ ഇങ്ങനെ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു? ഇല്ല. ആ ഉമ്മക്കിനി മറവി വരും, ആ ഉമ്മക്കിനി അസുഖം വരും. നമ്മളെ ഇങ്ങനെ ലാളിക്കാനും താലോലിക്കാനും ഒരു ഉമ്മ ഉണ്ടാകുമ്പോ അതിന്റെ വില നമുക്കറിയൂല. ഒരു ദിവസം നേരം വെളുത്തപ്പോ നമ്മളെ ഉമ്മാനെ കാണാൻ റൂമിലേക്ക് നമ്മൾ പോയപ്പോ നമ്മളെ ഉമ്മ നമ്മളോട് ചോദിക്കാണ്, നിങ്ങൾ ആരാണ്? മോനെ ഇജ്ജ് ചായ കുടിച്ചോന്ന് ഇന്നലെ സന്ധ്യക്ക് നമ്മളോട് ചോദിച്ച ഉമ്മ ഇന്ന് നേരം വെളുത്തപ്പോ ചോദിക്കാണ്, നിങ്ങൾ ആരാണ്? നമ്മളെ ബഹുമാനത്തോടെ വിളിക്കുകയാണെങ്കിൽ അത് അന്യനായി മനസ്സിലാക്കണം എന്നതിന്റെ അർത്ഥം. അന്യനെ കണ്ടാലാണല്ലോ നിങ്ങൾ നമ്മൾ അഭിസംബോധന ചെയ്യാം. എന്താ ഉമ്മ, ഉമ്മാന്റെ മോനാണ് ഈ വന്നത്, എന്താ ഉമ്മ നിങ്ങൾ ആളെ മക്കാറാക്കാണോ? നമ്മൾ തമാശക്ക് ചോദിച്ചപ്പോ നമ്മളെ ഉമ്മ ചിരിക്കാതെ മറുപടി പറയാണ്, എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കാണ്, നിങ്ങൾ ആരാണ്? അപ്പൊ നമ്മളെ പെങ്ങളെ വിളിച്ചു, കുഞ്ഞോളെ വിളിച്ചു, കുഞ്ഞോളോട് പറഞ്ഞു, കുഞ്ഞോളെ വാ, എന്തൊക്കെയാ ഉമ്മ പറയണത്? കുഞ്ഞോള് വന്ന് കൈ പിടിച്ചു ഉമ്മാനോട് ചോദിച്ചു. അപ്പോഴും കുഞ്ഞോളെ മുഖത്തേക്ക് നോക്കിയിട്ട് ഉമ്മാന്റെ അടുത്ത ചോദ്യം, നിങ്ങളാരാ? നിങ്ങളീ എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ രണ്ടാളും ആങ്ങളെയും പെങ്ങളെയും കൂടിയിട്ട് ഉമ്മാനെ ആതുരാലയത്തിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞു, ഒരു ന്യൂറോ സർജനെ കാണിക്കണം. പെട്ടെന്ന് അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തു, അദ്ദേഹത്തെ കാണിച്ചു. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം മൂത്ത മകനെ റൂമിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഐ എം സോറി, വി ആർ ഹെൽപ്ലെസ്. ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അങ്ങയുടെ ഉമ്മാക്ക് പ്രായാധിക്യത്തിന്റെ മറവിയുടെ മാറാല കെട്ടിയ അസുഖമാകുന്ന അൽഷിമേഴ്സ് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിക്കഴിഞ്ഞു. അത് കേട്ടാൽ ഇനി അടുത്ത ട്രീറ്റ്മെന്റ് എന്താ? ഉമ്മാനെയും കൊണ്ട് തിരിച്ചിങ്ങോട്ട് പോരുക, ഇനി ഉമ്മാക്ക് ചോദിക്കുന്ന എല്ലാം കൊടുക്കുക. ഷീ ഈസ് മിസ്സിങ്. കയ്യിന്ന് പോയി നമ്മളെ ഉമ്മ കയ്യിന്ന് പോയി എന്ന് പറഞ്ഞാല് ശാരീരികമായിട്ട് ഉമ്മാക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ല, മാനസികമായിട്ട് സംഭവിച്ചത് മതി. ഉമ്മ നഷ്ടപ്പെട്ടു. ഇനി നമ്മളെ മകനായി കാണാൻ ആ ഉമ്മക്ക് കഴിയൂല, ഇനി നമ്മളെ മകളായി കാണാൻ ആ ഉമ്മക്ക് കഴിയൂല. നീ ഉമ്മ വരുമ്പോ ഒക്കെ ചിരിക്കും. ഇനി നമ്മൾ വരുന്ന നേരത്തൊക്കെ ഉമ്മ ചായ വേണോ ചോറ് വേണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മളായി കണ്ടിട്ടുള്ള ചോദ്യം അല്ല അത്. അപ്പോഴാണ് ഇന്നലെ സന്ധ്യാനേരത്തിന്റെ വിലറിയ. ഇന്നലെ അസർക്കന്റെ ഉമ്മ എന്നോട് മോനേജി ചായ കുടിച്ചോന്ന് കൃത്യമായിട്ട് ചോദിച്ചതാണ്. ആ ചോദ്യം ഇനി ഇല്ലല്ലോ റബ്ബേ, ആ ചോദ്യം ഇനി ദുനിയാവിൽ ഇല്ലല്ലോ റബ്ബേ. അതാണ് മാം ബാപ്പ് കി मोहब्बत मिलती है कब जहां में. അവരെ സ്നേഹം ലോകത്തെവിടെ നിന്ന് കിട്ടാനാണ്? അപ്പൊ നമ്മൾ ഇപ്പൊ ദ്വാരക്കണം. അള്ളാന്റെ റസൂല് 5 കാവൽ തേടി ദ്വാരുന്നതിൽ 3-ാമത്തെ കാവൽ ഏതാണ്? വമിൻ വലദിൻ യഖൂലു അലയ്യ റബ്ബാ, എന്റെ യജമാനനായി എന്നെ ഭരിക്കുന്ന മക്കളിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് റബ്ബേ. അങ്ങനെ സ്നേഹം തരുന്ന മക്കള്, സ്നേഹം കൊടുക്കുന്ന ബാപ്പ ഉമ്മ. സ്നേഹം കൊണ്ട് ചിലപ്പോ മനുഷ്യന്മാരെ തോൽപ്പിക്കും നമ്മളെ. കണ്ണൂരില് പരിയാരം എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ ആഴ്ച 4 വയസ്സുള്ള കുഞ്ഞു മോള് മുത്തച്ഛന്റെ കൂടെ പോയി. ആ മോള് അപകടത്തിൽ മരിച്ചു. അത് ഈ കുഞ്ഞിന്റെ അച്ഛൻ ആൽസൺ ജോൺ എന്ന് പറയുന്ന 32 വയസ്സുകാരൻ കേട്ടു. 2 ദിവസം അവൻ ടെൻഷൻ അടിച്ച് നടന്നു. കാരണം ഞാൻ വളർത്തിയ എന്റെ 4 വയസ്സുകാരിയായ മകളാണ് അപകടത്തിൽ മരിച്ചത്. അത് ഉൾക്കൊള്ളാനാവാതെ ആൻസൺ 3-ാമത്തെ ദിവസം ആത്മഹത്യ ചെയ്യാൻ. ഇന്ന് ഞാൻ പത്രം എടുത്തപ്പോ കണ്ടത് ആൻസന്റെ അമ്മ ആൻസൺ മരിച്ച ദുഃഖത്തിൽ ഇന്നലെ ആത്മഹത്യ ചെയ്തു എന്നുള്ളത്. ആത്മഹത്യ ഒരു പാതകമാണ്. ഞാൻ അതിന്റെ ഭാഗമല്ല പറയുന്നത്. പക്ഷെ ഇവരൊക്കെ മരിക്കാനുള്ള കാരണം എന്താണ്? മകള് മരിച്ച ദുഃഖത്തിലാണ് 32 വയസ്സുള്ള അച്ഛൻ ജീവനൊടുക്കിയത്. ആ 32 വയസ്സുള്ള ഈ മകളുടെ അച്ഛനാകുന്ന മകൻ മരിച്ച ദുഃഖത്തില് 56 വയസ്സുള്ള അമ്മ ഇന്നലെ ജീവനൊടുക്കി. ഒക്കെ സ്നേഹമായിരുന്നു കാരണം. അവരില്ലാതെ ഇനി എന്ത് ജീവിതം എന്ന ചിന്തയായിരുന്നു കാരണം. സ്നേഹം ലോകത്തെ തോൽപ്പിക്കും. അവിടെ ഈ ദുആന്റെ പ്രസക്തിയൊക്കെ നിങ്ങൾ വമിൻ വലദിൻ യകൂനു അലയ്യ റബ്ബ, എന്റെ യജമാനനാകുന്ന മക്കളിൽ നിന്ന് പഠിച്ചോനെ ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് റബ്ബേ. മക്കള് നമ്മളെ വരച്ച വരയിൽ നിർത്തുകയാണെങ്കിൽ
മക്കള് നമുക്ക് സമാധാനം തരുന്നില്ലെങ്കിൽ നമ്മളൊക്കെ വയസ്സാകുമ്പോ നമ്മളെ പ്രതീക്ഷ എന്താ? എന്റെ കുട്ടികളുണ്ടല്ലോ. അവിടെയാണ് ആഷിക്ക് 24 വയസ്സിൽ എത്തി നിൽക്കുമ്പോ ഉമ്മ സുബൈദാനെ വെട്ടുകത്തിക്കൊണ്ട് 20 വെട്ടുവെട്ടി കൊന്നത്. ആഷിക്ക് മനഃപൂർവ്വം കൊന്നാണോ? ആഷിക്കിനെ അടക്കി ഭരിച്ച ലഹരി കൊന്നതാണ്. ഇപ്പൊ ജയിലില് സെല്ലില് കടന്നിട്ട് ആഷിക്ക് ഇങ്ങനെ തേങ്ങി തേങ്ങി കരയുണ്ടാവും. കാരണം ഇപ്പൊ അവന്റെ കൂടെ ലഹരിയില്ല. ഇപ്പൊ അവൻ മനസാക്ഷിയുള്ള ഒരു ജയിൽ പുള്ളിയാണ്. അവന്റെ ഉമ്മാനെ നഷ്ടപ്പെടുത്തിയത് അവനാണ് എന്ന് ആലോചിക്കുമ്പോ ലോകത്ത് അവന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്താണ്? ആ ചിന്തയാണ്. എന്റെ ഉമ്മാനെ കൊന്നത് ഞാനാണ് എന്ന ചിന്തയാണ് ഇന്ന് അവൻ ജയിലിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ. അതിലും വലിയൊരു ശിക്ഷ ഇനി തൂക്കുകയറിന് പോലും കൊടുക്കാൻ കഴിയൂല. കാരണം അന്ന് അവൻ MDMA ഉപയോഗിച്ച ലഹരിയുടെ കിക്കിലാണ് ഉമ്മാനെ കൊന്നത്. വമിൻ വലദിൻ യകൂനു അലയ്യ റബ്ബ. നമ്മളെ യജമാനനാകുന്ന മക്കളിൽ നിന്ന് നമ്മളെ മക്കള് നമ്മളെ യജമാനനാവാൻ തുടങ്ങിയാൽ, നമ്മളെ ഭരിക്കാൻ തുടങ്ങിയാൽ, നമ്മളെ ചീത്ത വിളിക്കാൻ തുടങ്ങിയാൽ, സഭ അറിയാതെ നമ്മളോട് പെരുമാറാൻ തുടങ്ങിയാൽ, ഒരു ഉമ്മാന്റെ പരീക്ഷണം, ഒരു ഉപ്പാന്റെ പരീക്ഷണം അതിലും വലുത് വേറെ ഏതാണ്? ഒന്ന് ചിന്തിക്കുക നിങ്ങൾ. മക്കള് കെയർ ടേക്കർ ആകണം. എത്ര വലിയ വിവരം വിദ്യാഭ്യാസം ഉണ്ട്, ഉമ്മക്ക് ഒന്നുമില്ല. ഉമ്മ തന്നെ. അതിന് പകരം വേറൊരു ജീവി ഇല്ല, ജനുസില്ല ഈ ലോകത്ത്. ഉമ്മക്ക് പകരം ഉമ്മ മാത്രമാണ്. ഉമ്മക്ക് പകരം വേറൊരാളില്ല, വേറൊരു പടപ്പി ലോകത്തില്ല. ഉപ്പക്ക് പകരം ഇല്ല. അത് തിരിച്ചറിയാൻ ഒരുപാട് കരിക്കുലം പാസ്സാവുക എന്നുള്ളതല്ല, അല്ലേ? ഇപ്പൊ നമ്മള് ഡെയിലി വീട്ടില് പത്രം വരുന്ന സമയത്ത് ഈ പത്രദ്വാര പ്രത്യക്ഷപ്പെടുന്ന പത്രത്തിന്റെ പേജുകളെക്കാൾ കൂടുതൽ ഇന്ന് ഓരോ മടക്കുകളിലും അഡീഷണൽ പരസ്യങ്ങളാണ്. SSLC കഴിഞ്ഞോ? ഇനി എന്ത്? നിങ്ങൾക്ക് അക്കൗണ്ടന്റ് ആവണോ? നിങ്ങൾക്ക് ലാബ് ടെക്നീഷ്യൻ ആകണോ? നിങ്ങൾക്ക് തെറാപ്പിക്ക് പോകണോ? നിങ്ങൾക്ക് മെഡിസിന് പോകണോ? നിങ്ങൾക്ക് സയൻസിന്റെ മറ്റു ബ്രാഞ്ചുകൾ അറിയണോ? ഫോറസ്ട്രി അറിയണോ? ഫുഡ് അറിയണോ? എത്ര ശാഖോപശാഖകളാണ്. ഞാൻ പറയട്ടെ, ഇതൊന്നും അല്ല ഒരു കുട്ടിയെ മോൾഡ് ചെയ്യണത്. ഇതൊക്കെ വേണം. നിലനിൽപ്പിനും ജീവിതത്തിനും ഒക്കെ വിദ്യാഭ്യാസം അനിവാര്യമാണ്. വിദ്യാഭ്യാസത്തിന്റെ കൂടെ നമ്മൾ നേടേണ്ട ഒരു സാധനമാണ് വിവരം. വിവരം വേറെ, വിദ്യാഭ്യാസം വേറെ. വിവരവും വിദ്യാഭ്യാസമുള്ള ഒരു കുട്ടിയായി നമ്മളെ കുട്ടി മാറുക. അതാണ് മക്കള് ദുനിയാവിനും ആഖിറത്തിനും ഉപകരിക്കണ മക്കളാവുക എന്ന് പറഞ്ഞാൽ, നന്ദിയുള്ള മക്കളാവുക. മെട്രോ നഗരങ്ങളിലൊക്കെ നമ്മളെ കുട്ടികള് എന്താ പറയാ? മാതാവിനെ പിതാവിനെ തള്ളിപ്പറയാ, നാസ്തികരാകുക, നിരീശ്വര നിർമ്മിത വാദത്തിലേക്ക് പോവുക, ലിബറൽ ചിന്താഗതിയിലേക്ക് കടന്നു പോവുക. ഞങ്ങൾക്ക് ദൈവം വേണ്ടെന്ന് തുറന്നു പറയാ. ഞങ്ങൾ സർവസ്വതന്ത്രനാണ്. വി ആർ ഫ്രീ ബേർഡ്സ്. ഞങ്ങള് ഫ്രീ ബേർഡ്സ് ആണ്, സ്വതന്ത്ര പക്ഷികളാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയാ. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അതിനെയൊക്കെ നമ്മൾ ആ രീതിയിൽ കാണണം, ഉൾക്കൊള്ളണം, മനസ്സിലാക്കണം.